ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്റർ ദിവസം തൊട്ടപ്പോൾ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ തകൃതിയായിട്ട് രാവിലെ തന്നെ എന്തൊക്കെയാണ് വെച്ചേക്കണെന്ന് ഇന്ന് അത് നമുക്ക് വഴിയെ ഓരോന്നായിട്ട് കാണിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ത്രില്ലങ്ങോട് പോകില്ലേ. അപ്പോൾ വഴിയെ പറയാം. പിന്നെ അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയി വരുന്നത് വേറെ ഒന്നുമില്ല, ബ്രെഡും കറിയുമാണ്. അപ്പോൾ അമ്മച്ചി കുക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് സവാളയും ഉള്ളി ഇതൊക്കെ ഇന്നലെ മുറിച്ച് വെച്ചതാണ് ഈ കാണുന്നത്. ഇന്നലെ എന്ത് ചെയ്തപ്പോഴാണ് മുറിച്ചത്? ഇന്നലെ തേങ്ങയല്ല മീൻ വെട്ടിയപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ട് ഇവിടെ കൂടെ ഒന്ന് അരച്ചു. അതിന് മുമ്പ് ഇവിടെ തേങ്ങ ഇട്ടിപ്പോ മൊത്തത്തിൽ ഡാമേജ് ആണ്. മൊത്തം ഇറച്ചി അത്യാവശ്യം ഇറച്ചി ഉണ്ട്, എന്നാലും ഇറച്ചി തരാൻ വേണ്ടി അതങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ വിചാരിച്ചിട്ട് കുറച്ചത് അങ്ങോട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് അടുത്ത പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും മാത്രം കഴിക്കുന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും അറിയാലോ, പപ്പയും അമ്മച്ചിയും രാവിലത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റിംഗിലാണ്. അതെ, സ്കിപ്പ് ചെയ്തിട്ട് അവർ പിന്നെ ഉച്ചക്ക് 12 മണിയാകുമ്പോഴാണ് രാവിലത്തെ ഫുഡായിട്ട് കഴിക്കുന്നത്. രാവിലത്തെ ഉച്ചക്കത്തോട് ഫുഡ് കൂടി അങ്ങനെ കഴിക്കുന്നത്. അപ്പം അമ്മച്ചി അവിടെ ഉണ്ട്, നമുക്ക് അമ്മച്ചിയുടെ കൂടി കാണാം. അവിടെ ഭയങ്കര പരിപാടിയിലാണ് കുക്കിങ്ങിലാണ്. അപ്പൊ ഇപ്പൊ കരള് കറിയാണ് ഇരിക്കണത് അല്ല അമ്മച്ചി? എടുത്തിരി എന്നെ സഹിക്കുന്ന എല്ലാ മക്കൾക്കും ഹാപ്പി ഈസ്റ്റർ മക്കളോ. എന്നെ സഹിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇവിടുത്തെ ഓരോ വിഭവങ്ങളൊക്കെ താറാവ് ചിക്കൻ ആണോ മീൻ പപ്പാസ് പിന്നെ ഇത് ഇന്നലത്തെ കറിയാട്ടോ. ഇന്നത്തെ ചിക്കൻ ഫ്രൈ നോക്കി ഞാനിവിടെ ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ കരള് കറിയാണ് ഇവിടെ പൊക്കിയത്. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. താറാവൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറെയൊക്കെ ഞങ്ങള് ഒതുക്കി വെച്ച്, കാരണം ഇന്ന് വായു പിടിച്ച് ചെയ്യണ്ടല്ലോ. അപ്പൊ അത്രയും എന്ന് വെച്ചാൽ നമ്മ രാത്രി വെളുപ്പിന് 11 മണിക്ക് രാത്രിയായിരുന്നു കുർബാന, പാതിരാ കുർബാന 11 മണിക്ക്. അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങൾ 2:15 രണ്ടേകാലൊക്കെ ആയിട്ടാ 2:15 വീട്ടിലെത്തിയപ്പോഴത്തേക്കും. അപ്പൊ കിടന്നുറങ്ങി പിന്നെ രാവിലെ വെളുപ്പിലേക്ക് എണീക്കാൻ നിൽക്കണല്ലോ. അതുകൊണ്ട് കുറച്ച് പണികൾ ഞങ്ങൾ എല്ലാം ഒതുക്കി വെച്ചില്ലേ അമ്മച്ചി? ഇരുന്നിരുന്ന് ചെയ്യണ്ടേ? അതെ, ഇരുന്ന് ചെയ്യാനുള്ള അങ്ങനെ ഇവിടെ ചിരവുണ്ട്, ഇരിക്കണ ചിരവുണ്ട്. ഇരിക്കാനും എല്ലാത്തിനും കൂടി ചിരണ്ടാനും ഇരിക്കാനും കൂടിയുള്ള തലയിൽ തുണി കേട്ടിട്ട് മുടി വീഴൊന്നും പറഞ്ഞിട്ട് മറ്റേ പഞ്ചാബി സ്റ്റൈലിലാണ് അമ്മ ചെന്ന്. ഇന്നല്ലേ എപ്പോഴും ഫുഡില് മുടി വീണ മോശമല്ലേ? പപ്പക്ക് ഇഷ്ടമില്ലാത്താണ് മുടി വീഴുന്നത്. യെസ്, അപ്പൊ അത് കാരണം അത് എപ്പോഴും അങ്ങനെ അത് എങ്ങനെയാട്ടാ നല്ലത്. ഇത് കാണുന്നത് ചിരവേണ്ടാ. ഇത് പക്ഷെ അടിപൊളി ചിരവല്ലേ, സുഖമായിട്ടിരിക്കാല്ലോ. ബിനീഷക്ക് ഇവിടെ ഓരോരോ പണികൾ ഇങ്ങനെ കൊടുത്തു. ഞാനിവിടെ അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഹെൽപ്പറാണ് ഞാൻ. അപ്പൊ ഇത് ഉള്ളിയും ഇതൊക്കെ ഞാൻ കൊടുത്ത് ഹെൽപ്പറല്ല ഹെൽപ്പർ, അത് കുഴപ്പമില്ല. അപ്പൊ തേങ്ങയൊക്കെ ചേർന്ന് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും. അമ്മച്ചി ഇവിടെ പപ്പ നേരെ പുറത്തോട്ടൊക്കെ പോയിട്ടത്. ഇപ്പൊ രാവിലത്തേക്കുള്ള ബ്രെഡ് ഇവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ എന്റെ ബിനീഷയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡും കറി മീനാ എന്ത് അത് മറന്നു കേട്ടോ. അത് അപ്പുറത്തെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പൊ ബിനീഷ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തൊക്കെയാടാ? ഇത് പോർക്ക് ബീഫും ഉണ്ടെന്നോ? അല്ല, ബീഫും പോർക്കും അല്ലേ? ബീഫും പോർക്കും ഒക്കെ ഇതൊക്കെ അപ്പുറത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഇനി ശരിയാക്കാനുണ്ട്. ഞങ്ങള് പോർക്ക് ഞാനും ഇയാളും അങ്ങനെ കഴിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങള് തൃശ്ശൂർ ചെന്ന ശേഷം ഇല്ലേ പോർക്കൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഇപ്രാവശ്യം അമ്മിച്ചി ഇപ്പൊ ഇതുവരെ ഞാൻ അമ്മിച്ചി വെച്ചിട്ട് പോർക്ക് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ പോർക്ക് ഈ പ്രാവശ്യം കഴിക്കാന്ന് വിചാരിച്ച് അല്ലേ? പോർക്ക് കറി സൂപ്പറാണ്. അപ്പൊ നീ അതൊന്ന് കഴിച്ചു നോക്കുന്ന എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അതെ, അപ്പൊ അതൊന്ന് ഇന്ന് ടെസ്റ്റ് അടിക്കണം. എല്ലാം കൂടി ടെസ്റ്റ് അടിച്ചിട്ട് പറ്റുമോ? ഇന്നലെ വന്നപ്പോ മുതലുള്ള തീറ്റയാണ് ഞാൻ. സാധാരണ ചട്ടിച്ചോറെന്ന് പറയുന്നത് ഇന്നലെ പാത്രച്ചോറായിരുന്നു. പാത്രച്ചോറാണ്. കറികള് കൊറേ കറികൾ കിട്ടിയതുകൊണ്ട് ചോറ് അവിടെ നിന്ന് തുടങ്ങുന്നതായിരുന്നു. ഇതെവിടെ വെക്കണം മമ്മി? അത് അവിടെ എടുത്തും വെക്കടാ. ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കഴുകാനും പിടിക്കാനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ അത് ബിനീഷ കഴിയിട്ടോളും. ഓരോന്നൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതെ ഞങ്ങളുടെ. നല്ല ഏരിയ ഉണ്ട്, നല്ല ഫിഷ് മോളി ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മച്ചി ഇവിടെ അടിപൊളിയായിട്ട്. പപ്പാസാണ് ആക്കിയത്. ഞാൻ ഇവിടെ ഒരു ചിക്കൻ ഫ്രൈയും അതുപോലെ 3 ബ്രെഡും ഏരിയ എടുത്തിട്ടുണ്ട് നോക്കി.
നല്ല അടിപൊളിയാണ് കേട്ടോ. ഒന്ന് കിള്ളി കാണിച്ചടാ. നല്ല മാംസമുള്ള മീനാണ് ഇത്. ഇതുണ്ട് നല്ല അടിപൊളിയുണ്ട്. നല്ല മാംസമുള്ള നല്ല മീനാണ്. നല്ല ടേസ്റ്റ് ആയിട്ട് അമ്മച്ചി പക്ഷെ മിക്കവരും അങ്ങനെ മേടിക്കൂല. ഇത് ഞങ്ങളും മേടിക്കൂലായിരുന്നല്ലോ അല്ലേ? ഞങ്ങള് വാങ്ങൂലായിരുന്നു. കാരണം റേറ്റിനല്ല, ഞങ്ങൾ ടേസ്റ്റ് തിന്നില്ല. കാണുമ്പോ തന്നെ അയ്യോ വേണ്ട ഞങ്ങൾ പറയും. പക്ഷെ പാച്ചേട്ടൻ പറഞ്ഞു കൊണ്ടേ തിന്നോക്കുന്നു. പക്ഷെ ഞങ്ങള് വാങ്ങൂലായിരുന്നു. പക്ഷെ ഇത് കഴിച്ചപ്പോഴാണ് അറിയണത് ഇതിന് ടേസ്റ്റ് ഇത്രയും ടേസ്റ്റ് ആണെന്നിട്ട്. സാമാന്യ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ പറഞ്ഞ് നല്ല ടേസ്റ്റ് ആണ്, എരി നല്ലതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വന്നപ്പോ വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പൊ ഇവിടെ ഫ്രൈ ചെയ്തപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും പിന്നെ ഞങ്ങൾ എരി അല്ലേ, പിന്നെ മിക്കപ്പോഴും നമ്മൾ എരി മേടിക്കണ്ട. അപ്പോൾ ഞങ്ങളിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകണം. ഓരോരോ കാര്യങ്ങളാണ്. ഞങ്ങളത് അപ്പം മാങ്ങ പറക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എത്ര മാങ്ങ കിട്ടുമോ നോക്കി. ഇന്ന് ചപ്പി കുടിക്കണ മാങ്ങ ഒരുപാട് വേണ്ടിട്ടുണ്ട്. ഓൾറെഡി ഞാനിവിടെ ഒന്ന് കുടിച്ചിട്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഷോർട്ട് വീഡിയോ എടുത്തതാണ്. എവിടെ? ആ അതെ, കിണറിന്റെ സൈഡിൽ 2 3 4 5 ഇത് വീട്ടിലോട്ട് പോകുമ്പോ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് അമ്മച്ചി അപ്പത്തെ പ്രീതി ചേച്ചിക്കൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. വെച്ചാൽ ഇവിടെ ഒരു 2 പേരും മാത്രമല്ലേ ഉള്ളൂ. നോക്കി ഷീറ്റിലൊക്കെ വീണ് കിടക്കണ്ട, ഷീറ്റിലൊക്കെ വീണ് കിടക്കുന്നത് ഇഷ്ടം ചതഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇനി ഉച്ചക്കത്തെ കാറ്റ് വരുമ്പോഴത്തേക്കും അടുത്ത ഇത് വീഴും. അപ്പൊ പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കൊണ്ടുപോകാലെന്ന് പറഞ്ഞിട്ടാണ് അമ്മച്ചി. അമ്മ വരട്ടെ, നിറയെ ഉറുമ്പും കയറിയിട്ടുണ്ട്. മുഷറ് ഇവിടെയൊക്കെ വീണിട്ടുണ്ട്. പിന്നുണ്ടല്ലേ ഈ പുല്ലിൻ്റെ ഇടയിലും വീഴും. കാരണം എന്താണെന്ന് വെച്ചാലേ ഷീറ്റിന്ന് വീഴും. ഷീറ്റിന്ന് വീഴുമെന്ന് മാവിന്ന് നേരെ ഇതിനകത്തോട്ട് വീഴും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ പെറുക്കിയെടുക്കാം. മറ്റേത് ഇതേപോലെ അവിടെ കാണല്ല കുറേയുണ്ട്. അപ്പം അതേ ഇവിടെ ഇത്രയും പുല്ലുള്ളത് കൊണ്ട് ഇതിനകത്ത് വീണാൽ കാണൂലല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ഷീറ്റ് വിരിച്ചിട്ടതാണ് സൈഡിലൊക്കെ അല്ലേ. ഈ പുല്ലിന്റെ സൈഡിൽ വീണ് കിടപ്പുണ്ട്, കാണൂല. ഇതിന്റെ ഇടയിലൊക്കെ കിടപ്പുണ്ടാവും. എന്ന് വെച്ചാൽ കണ്ട നേരെ മേളില് കണ്ടില്ലേ കണ്ട. പക്ഷെ കറിയിലിട്ടാലുണ്ടല്ലോ നല്ല പുളിയായിരിക്കും. എല്ലാം പഴുത്തതാണ്ട്, ചെനച്ചതാണ്. നാളത്തേക്കോ അല്ലെങ്കിൽ ഇന്നത്തേക്ക് അതേ നോക്ക് പഴുത്തിരിക്കണ നല്ലോണം. എല്ലാം പഴുത്തിരിക്കണേ. എന്താണ് ഈ ഗ്യാപ്പിലൊക്കെ വീണിട്ടുണ്ട് നോക്കി. ചിലപ്പോ കണ്ടില്ലേ മാങ്ങ നല്ല ഇഷ്ടമാതിരി ഉണ്ടായി കിടക്കണേ. ഇത് കണ്ടില്ലേ? ഇത് നോക്കിയേ ഗൈസ്, ഇത് കണ്ടാ അതായത് ഇവിടെയുണ്ട്. തിന്നാനിവിടെ ആളില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇതുപോലെ ആർക്കെങ്കിലും ചക്ക കൊടുത്തോലെ ഞങ്ങള് മാങ്ങ ഞങ്ങൾ എല്ലാവർക്കും സംഭാവന ചെയ്യും. ഞാൻ ഈ മാങ്ങയുടെ കാര്യം നോക്കുമ്പോൾ കിച്ചേട്ടൻ്റെ വൈഫിനെയും ഞാൻ എടുക്കും. കാരണം അവർ ഈ കഴിഞ്ഞ വിഷുവിന് മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് എന്തോ മാങ്ങ അന്വേഷിച്ച് നടക്കുന്നത്. ഇവിടെ ഇഷ്ടമാതിരി ഉണ്ട്. അപ്പം കിച്ചേട്ടൻ ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. വിഷുവിന് ഇവിടെ വന്ന് അതെ ഫ്രഷായിട്ട് സാധനം പറിച്ചുകൊണ്ട് പോകാട്ടോ, യാതൊരു കുഴപ്പമില്ല. അതെ, ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് നമ്മുടെ ഈ സ്ഥലത്ത് വാഴലയൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടാണ് ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ കയറുന്നത്. ഈ വാഴല അത് ശരിയാ, വഞ്ചി പോലെ. അതിന് ഞങ്ങൾ പപ്പായ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പം അവിടെ അമ്മച്ചി ഇതേ കറികളും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. എവിടെ ഓക്കെ, ഇതെവിടെ നമ്മുടെ കരൾ കറി ഉണ്ട്. അതേപോലെ ബീഫ് ഫ്രൈ, താറാവ്, അതെന്താ സരോജ് പോർക്ക്, പിന്നെ ഫിഷ്, പിന്നെ വേറെ എന്താ ഉള്ളത്? വേറെ എന്തൊക്കെ കണ്ടിട്ടെ ഞാൻ വാഴലിൽ ഇട്ടിട്ട്. ആ ചിക്കൻ ഫ്രൈ, പിന്നെ വേറെ എന്തൊക്കെ വാഴ പച്ചക്കറി, പച്ചക്കറി, നോൺ വെജ്. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നല്ല വാഴയിലായിരുന്നു ഭക്ഷണം. നല്ല അടിപൊളിയായിട്ടൊക്കെ ബിനീഷ വിളമ്പി. ബിനീഷ അമ്മച്ചി കൂടി. അമ്മച്ചിയുടെ അവസ്ഥ നോക്കി വയ്യെന്ന് പറയണം അമ്മച്ചി. ഇനി എങ്ങനെയെങ്കിലും അമ്മച്ചിക്കൊന്ന് ബോധം കിട്ടിയാണെന്ന് ഉറങ്ങിയാൽ മതി. അമ്മച്ചി പറഞ്ഞത് പപ്പ കഴിക്കാത്തതിന്റെ പകുതി, അതായത് മീനിന്റെ പകുതി അമ്മച്ചിക്ക്, ചിക്കന്റെ പകുതി അമ്മച്ചിക്ക്, താറാവിന്റെ പകുതി എല്ലാം അമ്മച്ചിക്ക്. പിന്നെ അവര് പാതി ആണല്ലോ അല്ലേ അമ്മച്ചി? എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ പപ്പാതി അടിച്ചിട്ടുള്ള കാര്യമുള്ളൂ. അത് വേറെ കാര്യം. അതെ, തിന്നാലും തിന്നില്ലെങ്കിലും പള്ളിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ തിന്നില്ലെങ്കിലും
ഉടുത്തില്ലെങ്കിലും ഞാൻ അവളെ തീറ്റിക്കുകയും ചെയ്യും ഉടുപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് ഇന്ന് വരെയും പാലിച്ചിട്ടുണ്ട്. നാളത്തെ കാര്യം എനിക്കറിയാൻ പാടില്ല. പപ്പ തിന്നില്ലെങ്കിൽ എന്നെ തീറ്റിക്കും, പപ്പ കൊടുത്തില്ലെങ്കിൽ എന്നെ ഉടുപ്പിക്കും. അപ്പൊ ഞങ്ങൾ വാഴയിലപ്പത്ത് പപ്പ കഴിച്ചത്, ഇത് ഞാൻ കഴിച്ചത്, വിനീഷ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചിയുടെ അവസ്ഥ ഒരാവശ്യമുണ്ട്. നോക്കി ഞങ്ങള് കഴിക്കുന്ന സമയം നോക്കിയ 12-20. ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞാനും അപ്പനും കൂടെ ഒരു ചെറുതടി ഉണ്ട് പൊരിഞ്ഞ ഇത് കഴിയുമ്പോ ഞാനും പപ്പയും കൂടെ ഒരു ചെറുതടി ഉണ്ടെന്ന് പറഞ്ഞു. പപ്പ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഒരാളെ പോകാൻ കഴിച്ചിട്ടില്ല. ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ബാക്കി. അമ്മച്ചിക്ക് എന്താ പറയാ ഈസ്റ്ററിനെ കുറിച്ച്? ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ഈസ്റ്റർ ആയിരുന്നു. ഇത് വേണ്ടായിരുന്നല്ലോ, ഒറ്റടിക്ക് ഒരു ബിരിയാണി ആയിരുന്നെങ്കിൽ പരിപാടി കഴിഞ്ഞാൽ. അതെ, വേഗം പണി കഴിഞ്ഞ 2 ദിവസം മനുഷ്യന്റെ നടുവും കടയും. അന്ന് തിന്നാൻ അതും പറ്റുള്ളൂല്ലോ. എല്ലാം ഉണ്ടാക്കിയതൊക്കെ കണ്ടപ്പോ തന്നെ കണ്ണും തള്ളി. ചിക്കൻ ഫ്രൈ ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാം അങ്ങനെ തുറക്കാൻ പറ്റുള്ള അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പിന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ളത് ഇഷ്ടം പോലെ ഉണ്ട്. അത് പപ്പയുടെ പൂച്ചയും പട്ടികളൊക്കെ ഉണ്ട്. അത് ഓരോരുത്തർ. കൊച്ചമണി പൂച്ചയാണോ അപ്പേ? അത് പട്ടിയാണോ? അത് രാവിലത്തെ ഞങ്ങൾ ഇത് കഴിച്ചായിരുന്നു. ചിക്കന്റെ പീസും മീനിന്റെ മുള്ളുമില്ലേ, അത് രാവിലെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പൊ അത് കഴിച്ചു. എല്ലാവരും കൂടെ ഇവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കണം ഫുഡ് വേറെ. താറാവിന്റെ കാലും താറാവിന്റെ കാലും ചിക്കന്റെ കാലും. വൈകുന്നേരമൊക്കെ ഇപ്പൊ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിട്ടാ. പുറത്തോട്ടല്ല, നമ്മൾ എറണാകുളത്ത് പോയില്ല. എറണാകുളത്ത് പോയി അവിടെ 2 മണിക്കൂർ നമ്മൾ ടൈമൊക്കെ അടിച്ച് പൊളിച്ച് അവിടെ നിന്ന് വന്നത് കേട്ടാ. പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിന്റെ വീഡിയോസൊക്കെ നമ്മൾ മെയ് 13-ാം തീയതി ഇടും എന്നാണ് നമ്മൾ ഏതായാലും തീരുമാനിച്ച് വെച്ചേക്കണത്. കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സസ്പെൻസ്, സർപ്രൈസ്, അങ്ങനെ പല പല കാര്യങ്ങൾ. അത് ആ ടൈമിൽ ഇടാന്ന് വിചാരിച്ചാൽ നിൽക്കണം. ഇതിപ്പോ ഞങ്ങളുടെ വീടിന്റെ അവിടെ തന്നെ ബണ്ടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ കരിക്കിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ളത്. നല്ല അടിപൊളി പാടം കേട്ടോ. കരിക്ക് സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. വീഗാലാൻഡ് അവിടെയാടാ, ആ ഭാഗത്തുണ്ട് വീഗാലാൻഡ്. നമുക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്ത് കാണാം. ഇവിടെ അപ്പൊ ഞങ്ങള് നല്ല ചൂടായി കാരണം ഒന്ന് കാറ്റൊക്കെ കൊള്ളാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നാണ്. ഭയങ്കര കാറ്റാണ്. അപ്പൊ എല്ലാരും ഇവിടെ കുറച്ച് നേരമൊക്കെ നിൽക്കാന്ന് വിചാരിച്ചു. അമ്മിച്ചിനെ വിളിച്ചപ്പോ അമ്മിച്ച് വന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ പപ്പയുടെ വണ്ടി എടുത്തിട്ട് പോകുന്നത്. കാലിന് വരാൻ നിൽക്കണേയിരുന്നു. അപ്പൊ അമ്മിച്ച് പറഞ്ഞു അമ്മിച്ച് വന്നില്ല. അമ്മിച്ച് സിനിമ കാണുന്നു. ഈസ്റ്ററിൽ സിനിമകളുണ്ടല്ലോ, സിനിമകളാണ് ഇതിലൊക്കെ അമ്മിച്ച് അങ്ങനെ നിൽക്കും. ഇവിടുന്ന് ആ ഒരു ഭാഗത്തുണ്ട് വീഗാലാൻഡ്. തൊട്ടടുത്ത് നമുക്കിവിടെ കാണാം. ഇവിടെ ആ കാട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളി ഒരു വൈബാണ്. ഇവിടെ വന്ന് എല്ലാവരും ഉണ്ട്. അവിടെയൊക്കെ നിറയെ ആൾക്കാരുണ്ട്. കണ്ടത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലായിടത്തും ആൾക്കാരുണ്ട്. വണ്ടികളൊക്കെ ഇട്ടത് ഇവിടെ നിന്ന് നല്ല അടിപൊളി സൺസെറ്റും കാര്യങ്ങളും കാണാം. വീഗാലാൻഡ് കാണിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വിനീഷ്. ഇവിടെ ജോഗിങ്ങിനൊക്കെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നല്ല അടിപൊളി പോയി പപ്പ വണ്ടി എടുത്തന്ന് ഞങ്ങൾ ഇതിലെ പോയത് വീഗാലാൻഡ് കാണിച്ചു തരാന്നുകൊണ്ട് കൊണ്ടുപോയിട്ട് വീഗാലാൻഡിന്റെ മേളിൽ കൊണ്ടുപോയിട്ട് വീഗാലാൻഡ് കണ്ട് ചുറ്റി ഇങ്ങോട്ട് പോകുന്നു അല്ലേ.